രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാനുള്ള നീക്കത്തെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ രാഹുലിനെ ഇപ്പോൾ സംരക്ഷിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ എന്താണ്? ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. രാഹുലിനെ അയോഗ്യനാക്കാൻ എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമില്ലെന്നും തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്നുമാണ് കോൺഗ്രസ് നിലപാട്. കേസിൽ പ്രതിയായി എന്നതിന്റെ പേരിൽ അയോഗ്യനാക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കോൺഗ്രസ് ഇങ്ങനെയൊരു നിലപാട് എടുത്തില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. കേസിൽ പ്രതികളായിട്ടുള്ള MLA എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല, കോമ്പിറ്റൻസി ഇല്ല. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. നമ്മളെല്ലാം പ്രതികളാണ്, ഞാനടക്കം ഞങ്ങളെല്ലാം ഓരോ കേസിൽ പ്രതികളാണ്. അപ്പോൾ എല്ലാവരും ഡിസ്ക്വാളിഫൈ ചെയ്യുക. വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, പൂർണ്ണമായി ഈ ലൈംഗികാരോപണ കേസ് വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായും പാർട്ടി നേതൃത്വം തള്ളിപ്പറഞ്ഞതാണ്. അതിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് VD സതീശൻ. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാനുള്ള നീക്കത്തെ കോൺഗ്രസും പിന്തുണയ്ക്കുമെന്നായിരുന്നു ഇടതുപക്ഷം കരുതിയിരുന്നത്. പക്ഷേ അത്തരമൊരു നീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ, എത്തിക്സ് കമ്മിറ്റി അത്തരമൊരു നീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ പക്ഷേ കോൺഗ്രസ് മലക്കം മറിഞ്ഞൊരു സാഹചര്യമാണോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ രാഹുലിനെ സംരക്ഷിക്കാനുള്ള ഈ നീക്കത്തിന് പിന്നിൽ എന്തായിരിക്കും? രാഹുലിനെ സംരക്ഷിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടല്ല കോൺഗ്രസ് അത്തരം നിലപാടെടുക്കുന്നത്. പ്രതിപക്ഷ ചൂണ്ടിക്കാണിക്കുന്നത് എത്തിക്സ് കമ്മിറ്റിക്ക് ഒരാൾക്കെതിരെ നടപടികൾ പൂർത്തീകരിക്കണമെങ്കിൽ അതിന് കൃത്യമായ ചട്ടങ്ങൾ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്, പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്താക്കാനുള്ള അവകാശം എത്തിക്സ് കമ്മിറ്റിക്ക് ഇല്ല എന്നാണ് പ്രതിപക്ഷ നിലപാട്. അത് അദ്ദേഹം പറഞ്ഞൊരു വസ്തുതയുമുണ്ട്. കാരണം എത്തിക്സ് കമ്മിറ്റി ആ രീതിയിൽ നടപടിയെടുത്ത് പുറത്താക്കിയാലും രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും മത്സരിക്കാനൊക്കെ കഴിയും. പക്ഷേ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ വന്ന പരാതിയിൽ വളരെ കൃത്യമായി ഈ പരാതി നൽകിയ DK മുരളി രാഹുലിനെ പുറത്താക്കണമെന്ന് പറയുന്നില്ല. ഇതാണ് ഇന്നലെ എത്തിക്സ് കമ്മിറ്റി ഇന്നലെ ചേർന്നപ്പോൾ അതാണ് പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഈ പരാതിയിൽ ഒരിടത്തും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്ന് പറയുന്നില്ല. പകരം ആ പരാതിയിൽ ഇത്തരത്തിലാണ് DK മുരളി നൽകിയ പരാതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം, ഭ്രൂണഹത്യ, വധഭീഷണി, തെളിവ് നശിപ്പിക്കൽ, നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒളിവിൽ പോകൽ, ധനാപഹരണം, അതിജീവിതകളെയും ബന്ധുക്കളെയും ഭീഷണിപ്പെടുത്തൽ, അവരെ അപമാനിക്കൽ തുടങ്ങി ഗുരുതരമായ നിരവധി കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതാണ്. കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിൽ സഭയ്ക്ക് പുറത്ത് അംഗങ്ങൾക്കുള്ള പെരുമാറ്റച്ചട്ടവും പൊതുവായ സദാചാര തത്വങ്ങളും കൃത്യമായി വിവക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു, സഭയുടെ അന്തസ്സിനെ കളങ്കം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിയമസഭയോടുള്ള ഈ അവകാശ ലംഘന പ്രശ്നമായാണ് ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിനും അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. പക്ഷേ അതിൽ വസ്തുതയുള്ളത് ഈ നടപടികൾ ഇന്നലെ എത്തിക്സ് കമ്മിറ്റി നടപടി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള സാവകാശം ഈ സഭാസമിതിക്ക് ലഭിക്കില്ലെന്ന് വേണം കരുതാൻ. കാരണം നാളെ വ്യാഴാഴ്ച സഭ പിരിഞ്ഞാൽ പിന്നീട് ചേരുക 23-നാണ്. 23 കഴിഞ്ഞാൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് പ്രഖ്യാപിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയമില്ല എന്നുള്ളത് വസ്തുത. അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ കോൺഗ്രസ് ഈ ഒരു അതിലേക്ക് ഈ നടപടികൾ പുറത്താക്കലിലേക്ക് എത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലം തോന്നിക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നത്. നടപടിക്രമങ്ങൾ പാലിക്കാതെ പുറത്താക്കാൻ കഴിയുകയുമില്ല. അങ്ങനെ അതിനുള്ള ശ്രമം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുമോ എന്നൊരു ആശങ്ക കോൺഗ്രസിനുണ്ട്. വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാഹുലിനെ പുറത്താക്കുക. സഭയുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. നിയമസഭാ ചരിത്രത്തിൽ ഒരു MLAയും ഇത്തരത്തിൽ അയോഗ്യരായി പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് നിന്നുകൊടുക്കാൻ കഴിയുന്നതാണ് പ്രതിപക്ഷ നിലപാട്. പ്രതിപക്ഷ പറഞ്ഞത് ക്രിമിനൽ കേസുകളുടെ പേരിൽ മാത്രം ഒരാളെ അയോഗ്യനാക്കാൻ കഴിയില്ല. അങ്ങനെ സ്വാഭാവികമായും ഭരണപക്ഷത്തിന് ഈ കമ്മിറ്റികൾ, എത്തിക്സ് കമ്മിറ്റി ഉൾപ്പെടെ സഭാസമിതികളിൽ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അത് മാത്രം അടിസ്ഥാനമായിക്കൊണ്ട് ഒരു അംഗത്തെ പുറത്താക്കാൻ തീരുമാനമെടുത്താൽ തെറ്റായ കീഴ്വഴക്കമായത് മാറും. വരുംകാലങ്ങളിലും സ്വാഭാവികമായി MLAമാർ, ഇപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് 2 MLAമാർക്ക്, രാഹുലിന്റെ കൂടെ 2 MLAമാർക്കെതിരെ ബലാത്സംഗം പോലുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട കേസുകളുണ്ട്. ഭരണപക്ഷത്തെ ഒരു MLA മുകേഷിനെതിരെയുണ്ട്. അങ്ങനെ തീർച്ചയായും അതുതന്നെയാണ്. കാരണം ഇതിനു മുൻപ് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും നിരവധി MLAമാർക്കെതിരെ, ഇപ്പോൾ നിലവിൽ സഭയിലുള്ള MLAമാർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്, കേസുകൾ ഉണ്ടായതാണ്, അറസ്റ്റ് ഉണ്ടായതാണ്.
പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ രീതിയിലുള്ളൊരു കടുത്ത നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. മാത്രമല്ല അസാധാരണമായ ചില നീക്കങ്ങളായിരുന്നു തുടക്കം മുതൽ കണ്ടത്. കോൺഗ്രസ് സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെ ആരോപണ വിധേയരായിട്ടുള്ളവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് മാതൃകാപരമായൊരു നിലപാട് സ്വീകരിച്ചു എന്ന് തുറന്നു പറയേണ്ടി വന്നിരുന്നു. നമ്മളൊക്കെ അതിനെ കോൺഗ്രസിൻ്റെ നിലപാടിനെ സ്വാഗതം ചെയ്തതാണ്, അഭിനന്ദിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള നീക്കത്തെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് UDF എതിർക്കുന്നത് എന്നാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. അതിൽ CPM സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസിനെതിരെ ഗുരുതര ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം അതുതന്നെയാണ്. ഇവിടെ ഒരുപക്ഷെ ഈ കോൺഗ്രസ് അണികളുടെ ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായൊരു വികാരമുണ്ട്. അത് സമൂഹ മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത്തരമൊരു ഒരു പൊതുവികാരമാണുള്ളതെന്നാണ് കോൺഗ്രസ്സുകാർ പോലും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പോലും അത് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കുമോ രാഹുലിനെ അങ്ങനെ അയോഗ്യനാക്കിയാൽ അത് അണികൾക്കിടയിൽ ഒരു നീരസമുണ്ടാകും, അല്ലെങ്കിൽ രാഹുലിന് അനുകൂലമായൊരു വികാരമുണ്ടാകും എന്ന് കണ്ടുകൊണ്ടായിരിക്കുമോ ഈ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചത്? അതോ നിയമപരമായുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷം ആയിരിക്കുമോ കോൺഗ്രസ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് നീങ്ങാൻ കാരണം? അരുൺ, ഏറ്റവും അതിന് രണ്ട് കാരണങ്ങളുണ്ടാകാം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലെ അത്തരത്തിൽ പുറത്താക്കപ്പെട്ടാൽ സ്വാഭാവികമായും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് നിയമസഭയിൽ നിന്ന് സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ആദ്യ MLA അത് രാഹുൽ മാങ്കൂട്ടം എന്ന പേര് മാത്രമായിരിക്കില്ല, കോൺഗ്രസിന്റെ MLA എന്ന പേരിലായിരിക്കും വരിക. സ്വാഭാവികമായും കേരള ചരിത്രത്തിൽ, കേരള സഭാ ചരിത്രത്തിലൊക്കെ സ്വഭാവ ദൂഷ്യത്തിന് നിയമസഭ പുറത്താക്കിയ, അയോഗ്യനാക്കിയ ആദ്യ MLA കോൺഗ്രസ് MLA ആണ്. സാങ്കേതികമായി ഇപ്പോഴും കോൺഗ്രസിന്റെ MLA തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ചു വന്ന പാലക്കാട് MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്തരം ഒരു ചീത്തപ്പേര് കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ കൂടി ഉണ്ടാകാൻ നേതൃത്വം ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. അതുകൊണ്ട് കൂടിയാകാം അത്തരമൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പോകുന്നത്. മാത്രമല്ല, ഈ ഒരു ഭൂരിപക്ഷത്തിന്റെ പേരിൽ മാത്രം അത്തരമൊരു കീഴ്വഴക്കം ഉണ്ടാക്കി വെച്ചാൽ ഈ ഒരു ആയുധം ആർക്കെതിരെ ഉപയോഗിക്കപ്പെടാം. അടുത്ത തവണ ഇനി ഏത് മുന്നണി ഭരണത്തിൽ വന്നാലും അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകും. സ്വാഭാവികമായും ആ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ പുറത്താക്കാൻ, അത് ഈ ഒരു കേസ് തന്നെ വേണമെന്നില്ല, അഴിമതി കേസിൽ കുടുങ്ങിയാലും സ്വാഭാവികമായും ഇത്തരത്തിൽ സഭയുടെ അന്തസ്സിൽ ചേരാത്ത പെരുമാറ്റമെന്ന ഈ ഒരു ചട്ടങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ആ MLA പുറത്താക്കാൻ സഭാസമിതിക്ക് അധികാരമുണ്ട്. അത് ഒരു തെറ്റായ കീഴ്വഴക്കമായി മാറുമെന്നാണ് പ്രതിപക്ഷം ആശങ്കപ്പെടുന്നത്. അതുകൊണ്ടുകൂടിയാണ് പ്രതിപക്ഷം ഈ ഒരു നിലപാടിലേക്ക് മാറുന്നത് വേണം കരുതാൻ. മാത്രമല്ല, ഇതൊരു നടപടിയിലേക്ക് പോകേണ്ട സമയം വളരെ കുറവാണ്. ഈ ഞാൻ സൂചിപ്പിച്ച ഒരു നിയമസഭാ കലണ്ടർ പ്രകാരമാണെങ്കിൽ പോലും 23-ാം തീയതി വീണ്ടും സഭ ചേരുമ്പോൾ അപ്പോഴേക്കും 1-2 ദിവസത്തിനകം സഭാ സമ്മേളനം. ഇപ്പോൾ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളിന്റെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത്രയധികം സംഘർഷാത്മകമാണ് സഭയുടെ അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ അതുവരെ പോലും പോകാൻ ഇടയില്ല. എങ്കിലും കോൺഗ്രസ് ഇപ്പോൾ ഇതിനൊരു നിലപാടെടുത്താൽ, രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കാൻ നിലപാടെടുത്ത ഒരുപക്ഷെ കൈയ്യടി കിട്ടുന്ന തീരുമാനമായത് മാറിയേക്കാം, ആലോചനയായി മാറിയേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് പുറത്താക്കാൻ കോൺഗ്രസ് കൂടി അനുകൂലിച്ച് വന്നാൽ ഒരുപക്ഷെ നടപടികൾ വളരെ വേഗത്തിലാകാം. അങ്ങനെ വേഗത്തിലാകുമ്പോൾ ഈ സഭ ഉള്ള ദിവസം കൊണ്ട് തന്നെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി സഭയിൽ അവതരിപ്പിച്ച് രാഹുലിനെ പുറത്താക്കിയാൽ ഈ പ്രതിപക്ഷ തടസ്സം നേരിട്ടാൽ സ്വാഭാവികമായി സർക്കാർ അതിൽ പിന്നെ വളരെ മെല്ലപ്പോക്ക് സ്വീകരിക്കാനിടയുണ്ട്. അതല്ല, കോൺഗ്രസ് ശക്തമായി തന്നെ രാഹുലിനെ പുറത്താക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസും എത്തിച്ചേർന്നാൽ അത് കോൺഗ്രസ് പാർട്ടി കൂടി നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമായി മാറും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന്റെ ഒരു MLA ചരിത്രത്തിലാദ്യമായി പുറത്താക്കുന്ന കോൺഗ്രസിന്റെ MLA എന്ന പേര്, ദുഷ്പേര് എക്കാലവും കോൺഗ്രസ് പാർട്ടി കൂടി പേറേണ്ടി വരും. കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ചു വന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതാണ് അവിടെ ഏറ്റവും ഒരു പ്രശ്നമായി മാറുന്നത്. അതുകൊണ്ട് കൂടിയാകാം പ്രതിപക്ഷം ഒരുപക്ഷെ ആ നീക്കത്തിന് ഒപ്പം നിൽക്കാത്തത്. സർക്കാർ അതിനെ മറ്റൊരു കാണുകയാണ്. തുടക്കം മുതൽ കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുമ്പോഴും രാഹുലിന് സംരക്ഷണ കവചം ഒരുക്കുന്നതും ഒളിവിൽ കഴിയാൻ ഇടം നൽകിയതുമൊക്കെ കോൺഗ്രസ് ആണെന്ന് സർക്കാർ ആരോപിക്കുന്നുണ്ട്. സ്വാഭാവികം ആരോപണം ഇനിയുള്ള ദിവസങ്ങളിലും ശക്തമാക്കും. അപ്പോഴും ഒരു കാരണവശാലും പുറത്താക്കൽ നീക്കത്തിന് ഒപ്പം നിൽക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. വ്യക്തമാണ്. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ രാഹുലിനെതിരെ പ്രസാധകയും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ MA ഷഹനാസ് വീണ്ടും രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡകനാണെന്നും കോഴിയാണെന്നുമാണ് ഷഹനാസ് ആരോപിക്കുന്നത്. തെറ്റുകാരനല്ലെന്ന് ആണയിട്ട് പറഞ്ഞതിനാലാണ് അതിജീവിതകൾ നൽകിയ പരാതികൾക്കെതിരെ മാനനഷ്ട കേസ് നൽകണമെന്ന് പറഞ്ഞത്. രാഹുലിന്റെ വെളിപ്പെടുത്തലിൽ തനിക്ക് അഴിഞ്ഞു വീഴാൻ ഒന്നുമില്ല. രാഹുലിന്റെ വീട്ടിലെത്താം, തന്റെ മുന്നിൽ നേരിലിരിക്കാമോ എന്നും ഷഹനാസ് ചോദിച്ചു. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷിനൊപ്പം MA ഷഹനാസും. അനീഷ്, കഴിഞ്ഞ ദിവസം
ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷഹനാസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഷഹനാസിനെതിരെ മാത്രമല്ല, രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച ഓരോ യുവതികളെയും വെല്ലുവിളിക്കുന്നുണ്ട്. എന്താണ് ഇതിന് മറുപടിയായി ഷഹനാസ് ഇപ്പോൾ പറയുന്നത്? ടോം, നമുക്കൊപ്പം ഷഹനാസ് തന്നെയുണ്ട്. സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇന്നിപ്പോൾ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ഒരു കാര്യത്തിൽ തീരുമാനങ്ങൾ വരികയാണ്. കോൺഗ്രസ് ഇങ്ങനെ രാഹുലിനെ അയോഗ്യനാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എന്തിന് അയോഗ്യനാക്കണം എന്ന ചോദ്യം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി വലിയ ഒരു കാര്യമായി ഉയർത്തിക്കാട്ടിയ ഒരു പാർട്ടിയാണ്, മുന്നണിയാണ്. ആ തീരുമാനത്തിൽ എന്ത് തോന്നുന്നു? അത് എത്രത്തോളം അതിൽ സത്യമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതും ജസ്റ്റ് ഒരു ന്യൂസ് ഫ്ലാഷ് കണ്ടതുമാണ് എനിക്കറിയാവുന്ന കാര്യം. അങ്ങനെ ഒരു കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് വിഷമമുള്ള കാര്യമാണ്. ഞാൻ അടക്കമുള്ള കേരളത്തിലെ ഞാനൊരു കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ട് കൺസിഡർ ചെയ്യേണ്ട, ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ട് മാത്രം കൺസിഡർ ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിന് ഇരകളാക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളടക്കമുള്ള ഒരുപാട് സ്ത്രീകളുടെ വേദനയുണ്ട് അവരുടെ ഈ തീരുമാനത്തിൽ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച റിസൾട്ട് നേടിയ ആളുകളാണ്. ആ സമയത്താണ് നിങ്ങൾ ആലോചിക്കണം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ആ പുറത്താക്കിയ സമയത്ത് ഞാനടക്കമുള്ള ആളുകൾ, ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് പോയിട്ടുള്ള സ്ഥാനാർത്ഥികളടക്കമുള്ള ആളുകൾ തോൽക്കുമെന്ന് പറഞ്ഞ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞാൽ തോൽക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു സൈബർ വേട്ടയുണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് കോൺഗ്രസ് എടുത്ത തീരുമാനം അതിധീരമായിരുന്നു. കേരളത്തിലെ സ്ത്രീകൾക്കൊപ്പമാണ്, അതിജീവിച്ചു വരുന്ന പെണ്ണുങ്ങൾക്കൊപ്പമാണ് എന്ന് വളരെ അഭിമാനത്തോടെ ഞാനടക്കമുള്ള ആളുകൾ കണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. കോൺഗ്രസിന് അത്രയ്ക്ക് സ്ത്രീകൾ, അമ്മമാർ ചേർത്ത് പിടിച്ചൊരു സമയമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഈ വലിയ വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീകളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇത് സത്യമാണെങ്കിൽ അയാൾ രാജിവെക്കണം. അത് അയാൾക്ക് അല്പമെങ്കിലും നാണം അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, അൻവർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം നിൽക്കുന്ന ഒരിടത്ത് പ്രശ്നമുണ്ടായി അതിനെ തുറന്നു കാണിച്ച് മുന്നോട്ട് വന്ന് അദ്ദേഹം വളരെ മാന്യമായി രാജിവെച്ച ആളാണ്. ഇതിന്റെ ഭാഗമായി നിന്ന് മത്സരിച്ചിട്ടുള്ള ഞാൻ ഇനി ഇതിൽ തുടരണ്ട എന്ന് ഒരു മനുഷ്യന് തോന്നേണ്ട മര്യാദയാണ്. അത് അൻവർ പാലിച്ചു എന്നതിൽ എനിക്ക് ആ മനുഷ്യനോട് വളരെ റെസ്പെക്റ്റാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കകത്തുനിന്ന് പുറത്താക്കിയിട്ടും MLA സ്ഥാനത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ സമൂഹം പറയുന്ന, അല്ലെങ്കിൽ ഈ നാട്ടിലെ ആണുങ്ങൾ പറയുന്ന, പുരുഷ കമ്മീഷൻ അടക്കം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ നിയമം അനുശാസിക്കാത്തതൊന്നും രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല. അതായത് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ കയറി പിടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ഇരകൾ നമുക്ക് പിന്നിലുണ്ട്. ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ചാനലിൽ ഇരുന്ന് പറയുമ്പോൾ എത്രയോ ദിവസം ഇപ്പം ജയിലിൽ കിടന്ന ഒരാളാണ് അദ്ദേഹം. ഒരു MLA ആണ് അദ്ദേഹം. പക്ഷെ അവിടെയാണ് ഒരു തറയൊരുങ്ങുകയാണ് രാഹുലിന് വേണ്ടി. ഹൈക്കോടതിയിൽ നിന്നും പരാമർശങ്ങൾ വരുന്നു, അയാൾ അവിവാഹിതനാണ്, എത്ര സ്ത്രീകളുമായി ബന്ധപ്പെട്ടാൽ എന്താ കുഴപ്പം. ശ്രീനാദേവി കുഞ്ഞമ്മ വരുന്നു, പരസ്യമായി തന്നെ കളത്തിലിറങ്ങി ചർച്ചയിൽ വളരെ ഘോരഘോരം പറയുന്നു, പിന്നാലെ ജാമ്യം ലഭിക്കുന്നു, ചാനലിൽ വന്ന് മുഴുനീള ഇന്റർവ്യൂ നടത്തുന്നു, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഒരു അനുകൂലമായ തറയൊരുക്കം നടക്കുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ PR വർക്കിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ്. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം വളരെ ആലോചിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള, പേരെടുത്ത് പറഞ്ഞിട്ടുള്ള, സ്വന്തം മുഖം മറയ്ക്കാതെ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്ത്രീകളെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെ സെൽഫി എടുത്തു എന്ന് മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ അമ്മയ്ക്ക് ബർത്ത്ഡേ വിഷസ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എന്നെക്കുറിച്ച് എൻ്റെ പേര് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. എൻ്റെ വലിയ സുഹൃത്താണ് എന്നാണ് പറഞ്ഞത്. സൗഹൃദത്തിന് എന്താണ് അദ്ദേഹം മാനദണ്ഡം കൽപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് പറയുന്നതാണോ? എൻ്റെ സാരി ഉടുത്ത ഫോട്ടോയ്ക്ക് കമൻ്റ് ഇട്ടിട്ട് സെക്സിയാണെന്ന് പറയുന്നതാണോ സൗഹൃദത്തിൻ്റെ മാനദണ്ഡം? എനിക്കങ്ങനെ ഒരുപാട് കമൻസ് വരാറുണ്ട്. ഞാൻ അതിന് കോഴികളുടെ ഒരു പ്രാധാന്യം, രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കോഴിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് പാർട്ടി നൽകുന്നതാണ് MLA സ്ഥാനം, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം. നമ്മൾ അതൊക്കെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയാണ്.
നമ്മളിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കോൺഗ്രസ്സിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ആ ആളത് ധിക്കരിച്ചിട്ടൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ തെളിവുകൾ പറയും. ഞാനൊരു സാധനം കളവില്ലാതെ എന്താ പറയുക, എൻ്റെ രേഖകളില്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തരായിട്ട് കോൺഗ്രസ്സിൽ നിൽക്കുന്ന ആളുകളോട് ഞാൻ സംവദിച്ചതിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ്സിൽ നല്ല ചെറുപ്പക്കാരൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഇവനെ പോലെയുള്ള സ്ത്രീപീഡനം. അവനെന്തോ ഒരു ലൈംഗിക വൈകൃതമുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരേ സമയത്ത് അത് നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യനായിട്ട് നമ്മളതിനെ അംഗീകരിക്കാൻ നമുക്ക് പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിയമം അതിനെ ആർക്കും ആരുടെ ഒപ്പം പോകാനുള്ള ഒരു നിയമ സംവിധാനം ഇവിടെ ഉണ്ട്. ഓക്കെ, അവൻ ചിലപ്പോൾ കേസ് ഊരിപ്പോരുമായിരിക്കും, സുഖമായിട്ട് ഊരിപ്പോരുമായിരിക്കും. പക്ഷെ അതിനപ്പുറമൊക്കെ അദ്ദേഹം ഒരു ജനകീയനാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധീൻ്റെ അടുത്ത് നാളെ ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക്, 10, 16, 17 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഇദ്ദേഹത്തെ പോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളല്ല എന്നൊരു ധാരണ, അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണോ നിൽക്കുന്നത് ആ പ്രസ്ഥാനം അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കേണ്ട, അത് തിരുത്തേണ്ട ഒരു ആവശ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒന്നല്ല പരാതികൾ. അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയോടൊന്നും അനുമാനിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര അവജ്ഞയാണ്. കാരണം ഉമ്മൻചാണ്ടിയൊക്കെ ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ മനുഷ്യനാണ്. അല്ല, പക്ഷേ ഷഹനാസ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ ശേഷവും ഉപദേശം കൊടുത്തു എന്നാണ് പറയുന്നത്. മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്ന് നൽകിയ ആളാണെന്നാണ് പറയുന്നത്. ഞാൻ മാനനഷ്ട കേസ് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് നീ തെറ്റ് ചെയ്തില്ലെങ്കിൽ മാനനഷ്ടത്തിന് പോകുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഓൻ എന്തിനാ ഈ നാട് മുഴുവൻ ഒളിച്ചോടി നടന്നത്? അവനൊരു MLA അല്ലേ? എന്തുകൊണ്ട് അവന് എന്താ പറയുക, ഞാൻ മാധ്യമങ്ങളെ കാണാൻ അവൻ മിണ്ടിയിരുന്നോ മാധ്യമങ്ങളോട്? ഇന്നലെ ഹാഷ്മിയുടെ മുന്നിലല്ലേ മിണ്ടിയേ? നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. അവന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം പറയുമോ? നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവില്ല ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം പറയുമോ? അവൻ ഇന്നലെ 24 ചാനലിൽ എന്താ ചെയ്തത്? അവന് പറയാം. ഞാൻ ഇന്നലെ കണ്ട ചർച്ച എന്ന് പറയുന്നത് ഹാഷ്മിയെ രാഹുൽ മാങ്കൂട്ടൻ ഇന്റർവ്യൂ ചെയ്തതുപോലെയാണ്. വാക്കുകൾക്ക് പഞ്ഞമുള്ള ഒരാളൊന്നുമല്ല ഹാഷ്മി. ഘോരഘോരം പ്രസംഗിക്കുന്ന, സംസാരിക്കുന്ന ഹാഷ്മി എന്ന ഞാൻ റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളാണ്. രാഹുൽ മാങ്കൂട്ടൻ വിഷയത്തിൽ വന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഘോരമായി പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് ചോദിക്കാൻ നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇന്നലെ പോലും പുറത്തു വന്ന എഡിറ്റ് ചെയ്യാത്ത വോയിസ് ക്ലിപ്പിൽ രാഹുൽ മാങ്കൂട്ടൻ പറയുന്ന അശ്ലീലപരമായിട്ടുള്ള മോശം വാക്കുകൾ, അതിനെക്കുറിച്ചൊരു വാക്ക് ചോദിച്ചോ? ഹാഷ്മി ചോദിച്ചോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണ്. നിങ്ങൾക്കൊക്കെ എത്രമാത്രം ഇതിൽ ഒരാത്മാഭിമാനത്തോടെ നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ്. കാരണം അവൾക്കൊപ്പം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു സ്ത്രീക്കൊപ്പം, മുഖം കാണിക്കാത്ത ഒരു സ്ത്രീക്കൊപ്പം ഞാൻ ഇതാണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് എൻ്റെ ഫോണോ എൻ്റെ ഡീറ്റെയിൽസോ ഒക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കൊരു അതിജീവിതവുമായിട്ട് പേഴ്സണൽ ബന്ധമില്ല. അല്ല, പക്ഷേ രാഹുൽ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കർഷക സമരത്തിൽ പങ്കെടുത്ത കാര്യമായി ഒക്കെ സംസാരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായി പുറത്തു വിടുമെന്നാണ്. അവൻ വിടട്ടെ. അവൻ്റെ ആ ഡേറ്റ്, ഞാൻ എന്നാ ഡൽഹി പോയതെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഭാരവാഹിയായ ഡോക്ടർ റിജി റഷീദ് ഉണ്ട്. ഞാൻ ആ സമയത്ത് സ്ക്രീൻഷോട്ട് ആ കുട്ടിക്ക് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവൻ അയച്ച മെസ്സേജിന്റെ എല്ലാ കാലത്തും ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. ഇവനെക്കുറിച്ച് ഹണി ഭാസ്കരൻ പറഞ്ഞില്ലേ? ഹണി ഭാസ്കരൻ ഇവനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഷാർജ പുസ്തകോത്സവം നടക്കുന്ന സമയത്ത് ഇവൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹണി ഭാസ്കരന്റെ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യട്ടെ എന്ന് വെച്ചിട്ട്. അല്ല, എൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു അവിടെ പ്രകാശനത്തിന്. ഞാൻ പറഞ്ഞു, എനിക്ക് നീ പുസ്തകം പ്രകാശനം ചെയ്യുന്ന താല്പര്യമില്ല, നീ വേണമെങ്കിൽ ഹണി ഭാസ്കരനെ ചെയ്തോന്ന് ഞാൻ അപ്പം പുച്ഛിച്ച് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നല്ല മാർക്കറ്റിംഗ് തന്ത്രമാണല്ലോ ഷഹനാസിന്. ഇപ്പം ഞാൻ ഹണി ഭാസ്കരന്റെ പുസ്തകം പ്രകാശനം ചെയ്താൽ നന്നായിട്ട് വിൽക്കപ്പെടും അല്ലേ? ഞാൻ പറഞ്ഞു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഹണി ഭാസ്കരന്റെ പുസ്തകം പ്രകാശനം ചെയ്യേ. എൻ്റെ അടുത്തുണ്ട് പിയാറ്റെ എന്ന് പറയുന്ന അവരുടെ നോവലുണ്ട്, നീ പ്രകാശനം ചെയ്യെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഇത്രത്തോളം സ്ത്രീകളുടെ വോയിസ് വന്നത് അതിനുശേഷമാണ് ഇവൻ ഇത്രയും പീഡിപ്പിക്കുന്ന ഒരാളാണെന്ന് പോലും ഞാൻ അറിയുന്നത്. ഇവൻ കോഴിയാണ് എന്നുള്ളത് തുടക്കത്തിലേ എനിക്കറിയാം. തുടക്കം മുതലേ ഇവൻ കോഴിയാണെന്നും ഇവൻ ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് എന്തിനാണ് എന്നും കാണണമെന്ന് പറയുന്നത് എന്തിനാണ് എന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് ഞാൻ.
രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തെങ്കിലും രീതിയിൽ എന്നെക്കുറിച്ച് മോശമായി പറയാനുള്ള സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അവൻ പുറത്ത് വിടട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയാൻ ഞാൻ തയ്യാറാണല്ലോ. ഞാൻ എൻ്റെ ഫോണ് ഒരാൾക്കും കൊടുക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ഫോണ് ഇപ്പോഴും പോലീസുകാർക്ക് പോലും സ്വന്തം ഫോൺ കൊടുക്കാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടം. എൻ്റെ ഫോൺ ഞാൻ എവിടെയും സമർപ്പിക്കാൻ റെഡിയാണ്. ഇപ്പോഴും ഞാൻ പറയാം, ഏത് തരത്തിലും നേരിടാൻ തയ്യാറാണ്. ഏത് തരത്തിലും നേരിടാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ഫോൺ കൊടുക്കാം, എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം, എൻ്റെ അക്കൗണ്ടിലേക്കോ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കോ എൻ്റെ കമ്പനി അക്കൗണ്ടിലേക്കോ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വിഷയവുമായിട്ട് ഞാൻ പണം പറ്റിയെന്നൊന്ന് പറഞ്ഞ് ഞാൻ എല്ലാ അന്വേഷണങ്ങൾക്കും വിധേയമായി നിൽക്കാൻ ഇവിടെ തയ്യാറായി നിൽക്കുമ്പോൾ ഷഹനാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എനിക്കും അങ്ങനത്തെ ഒരു പേടിയില്ല. അങ്ങനെ ഒരു പേടിയുള്ള സ്ത്രീ അല്ല ഞാൻ. അതാണ് അവന്റെ തെറ്റിദ്ധാരണ. അവനെ അമ്മ വളർത്തിയതാണെന്ന് അവൻ പറഞ്ഞു. അവനെ കഷ്ടപ്പെട്ട് വളർത്തിയതിന്റെ എന്തെങ്കിലും ഒരു ധാർമ്മികത അവന്റെ ജീവിതത്തിൽ പുലർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ആ കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്യാനുള്ള ഗുളികയും കൊണ്ട് പോവില്ല. എന്തായാലും എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ഷഹനാസിനുണ്ട്. തന്റെ മുന്നിൽ നേരിട്ട് വന്ന് രാഹുൽ സംസാരിക്കൂ, അല്ലെങ്കിൽ രാഹുലിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഷഹനാസ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഈ വെല്ലുവിളി ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റെടുക്കുമോ എന്നതാണ് കാണേണ്ടത്. അതാണ് എം.എ. ഷഹനാസ്, പ്രസാധകയും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായി മറുപടി നൽകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെല്ലുവിളിക്കുന്നുണ്ട്. തനിക്കെതിരെ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ തെളിവുകൾ പുറത്തുവിടട്ടെ എന്നാണ് ഷഹനാസ് വെല്ലുവിളിക്കുന്നത്. മാത്രമല്ല, തൻ്റെ ഫോൺ ആരുടെ മുന്നിലും സമർപ്പിക്കാൻ തയ്യാറാണ്. രാഹുലിൻ്റെ മുന്നിൽ ഒരുപക്ഷെ താൻ നിന്നുകൊടുക്കാം. ഏത് ആരോപണത്തെയും കൃത്യമായ മറുപടി നൽകാമെന്നാണ് ഷഹനാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് ഈ ഷഹനാസിൻ്റെ ആരോപണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് മറുപടി പറയും, അതാണ് ഇനി കണ്ടറിയേണ്ടത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ അന്വേഷണം തുടരുന്നു. റോയിയുടെ മരണസമയം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിലുണ്ടായിരുന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യും. ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാരെയും ചോദ്യം ചെയ്യും. റോയിയുടെ ഓഫീസ് പരിസരത്തെ CCTV ക്യാമറകൾ ഓഫാക്കിയതിലും അന്വേഷണമുണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും പരിശോധന നടത്തും. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ CJ റോയിയുടെ മരണത്തിന് പിന്നാലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ തേടിയതാണ്. തങ്ങളുടെ സമ്മർദ്ദമല്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് ആദായ നികുതി വകുപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയ കാര്യം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഡയറി കുറിപ്പിൽ ഈ ഒരു സമ്മർദ്ദം മാത്രമല്ല, അതായത് ഈ കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദം മാത്രമല്ല, തനിക്ക് മറ്റ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഡയറി കുറിപ്പാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇപ്പോൾ ഈ റോയിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. എന്തായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കങ്ങൾ? ടോം, ഇക്കാര്യത്തിൽ അന്വേഷണം തുടങ്ങുന്നു എന്ന് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം, കർണാടക സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇതുമായി മുന്നോട്ട് പോകുന്നത്. അവർ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ റോയിയുടെ കുടുംബാംഗങ്ങൾ എന്നിവരിൽ നിന്നാണ് പ്രാഥമികമായി വിവരശേഖരണം നടത്തുന്നത്. കാരണം എന്ത് കാരണങ്ങളാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് കാര്യത്തിൽ ഇപ്പോഴും ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു വ്യക്തതയില്ല എന്നതാണ്. ആത്മഹത്യ എന്ന് പറയുമ്പോൾ പോലും അതിലേക്ക് നയിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തായിരുന്നു? ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് സമ്മർദ്ദമുണ്ടായിരുന്നു, അതോ ഈ കമ്പനി ഏത് രീതിയിലാണ്, ഈ സാമ്പത്തിക സ്ഥിതി അത് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക വിഷയങ്ങൾ അലട്ടിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രാഥമികമായ പരിശോധനയും മൊഴിയെടുപ്പുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രാഥമികമായി ശേഖരിച്ച വിവരത്തിൽ തങ്ങളൊരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല, തങ്ങൾ ആ രീതിയിലൊരു സമ്മർദ്ദത്തിലേക്ക് പോകുന്ന രീതിയിലൊരു ചോദ്യം ചെയ്യലുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പ്രാഥമികമായും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു വിശദാംശങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെയും കുടുംബാംഗങ്ങളിൽ നിന്ന് വിശദമായി മൊഴിയെടുക്കണം. കാരണം ഈ ദിവസങ്ങളിൽ അവർ ഈ ഒരു ആഘാതത്തിന്, ഈ വലിയ ദുരന്തം ഏൽപ്പിച്ച വലിയ മാനസിക സംഘർഷങ്ങളുണ്ട്. അതിൽ നിന്ന് അവരത് പൂർണ്ണമായും പുറത്തു വരാൻ സമയമെടുക്കും. എങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമെങ്കിലും
എന്തെങ്കിലും സംസാരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാം തന്നെ അവരെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് അന്വേഷണ സംഘം അവരെ കാത്തിരിക്കുന്നത്. അവരിൽ നിന്ന് ഈ കമ്പനിയുടെ സാമ്പത്തിക വശങ്ങൾ എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിവരശേഖരണം നടത്തും. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. 9 പേജുള്ള ഡയറി കുറിപ്പുകൾ അതൊരു ആത്മഹത്യാ കുറിപ്പായി കാണാൻ കഴിയില്ല എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. കാരണം അത് മറ്റൊരിടത്തു നിന്ന് ഡയറിയിൽ നേരത്തെ തയ്യാറാക്കിയ രീതിയിലാണ് കണ്ടെത്തിയത്. അപ്പോൾ അതും ഒരു ആത്മഹത്യാ കുറിപ്പ് എന്ന രീതിയിലേക്ക് പൂർണ്ണമായും വിലയിരുത്താൻ കഴിയില്ല എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിലപാടായി ഇതിൽ പറയുന്നത്. അത് സംബന്ധിച്ച് അതിലെ വസ്തുതകൾ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അതിൽ സൂചനകളുണ്ട്. കാരണം അതിൽ ചില നിക്ഷേപങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലുള്ള ചില സൂചനകളുണ്ട്. എന്തായാലും അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് ഡിസംബറിൽ തുടങ്ങിയ അന്വേഷണം സംബന്ധിച്ച ചില സൂചനകളും അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ കൃത്യമായ രീതിയിലുള്ള വിവരശേഖരണം അടക്കം നടത്തേണ്ടതുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം അതിനുള്ള ഒരു ഒരുക്കത്തിൽ കൂടിയാണ്. ഏതായാലും എന്തായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന വിഷയങ്ങൾ, അത് കുടുംബാംഗങ്ങൾക്കറിയുമോ, അതിൽ സഹോദരനറിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായും പരിശോധിക്കുന്നത്. നിക്ഷേപകരിൽ ആശങ്കപ്പെടേണ്ടതിൽ ആ കമ്പനി മുന്നോട്ട് പോകണം. തീർച്ചയായും അതേക്കുറിച്ച് ആരോടെങ്കിലും സി.ജെ. റോയ് പങ്കുവച്ചിരുന്നോ എന്നതുൾപ്പെടെ അറിയണം. ഡാനി, ഇവിടെ ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം ഇതാണ്. ഈ റോയിയുടെ ഓഫീസ് പരിസരത്തെ CCTV ക്യാമറകൾ എന്തുകൊണ്ടാണ് റെയ്ഡിൻ്റെ സമയത്തൊക്കെ ഓഫ് ചെയ്തത്? ഇക്കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, ഈ ആദായ നികുതി വകുപ്പ് ഈ അന്വേഷണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതിനോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ? ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ടോമി ഇതിൽ അന്വേഷണവുമായി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർ ആ തുടക്കത്തിൽ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണവുമായി പൂർണ്ണമായും തന്നെ സഹകരിക്കും. തങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടില്ല. ഒരു പരിശോധനകളുടെ ഭാഗമായി തങ്ങളുടെ ജോലി നിർവഹണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് തങ്ങൾ ഇവിടേക്ക് വന്നത്. മറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ആ പരിശോധനകളായിരുന്നു തുടർന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആ പരിശോധനകളുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. മറ്റ് പല ഉദ്യോഗസ്ഥരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഫറൻസ് ഗ്രൂപ്പിലെ ജീവനക്കാരെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് കൂടുതൽ പരിശോധനകളിലേക്ക് വന്നത്. ചില രേഖകളടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണമായിരുന്നു. അതുകൊണ്ടാണ് സി.ജെ. റോയിയെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചത്. അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സാധാരണഗതിയിൽ ഒരു ഓഫീസിലെ പരിശോധനയിൽ നടക്കുന്ന പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോയത് എന്നെല്ലാമാണ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായും പറഞ്ഞിരിക്കുന്നത്. CCTV അടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിലെല്ലാം തന്നെ ഇനി പ്രത്യേക അന്വേഷണ സംഘം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തമായ രീതിയിലൊരു വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. അത് വൈകാതെ ഉണ്ടാകും. പ്രത്യേകിച്ച് അവരുടെ മൊഴിയെടുപ്പ് അടക്കം വൈകുന്ന സാഹചര്യത്തിലാണ് ഒരു വാർത്താക്കുറിപ്പ് ഔദ്യോഗികമായി വരാത്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകാതെ അത്തരം കാര്യങ്ങളിലുമുള്ള ഒരു വിശദീകരണം ഉണ്ടായേക്കും. എന്തായാലും തുടക്കം മുതൽ നിലനിൽക്കുന്ന ഒരു ദുരൂഹത ഇക്കാര്യത്തിലുണ്ട്. അത് ഈ ദിവസങ്ങൾ കഴിയുമ്പോഴും അത് പൂർണ്ണമായും മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. ഒന്ന്, മരണം സംഭവിക്കാനുള്ള കാരണങ്ങളിലേക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സി.ജെ. റോയ് എത്തിച്ചേർന്നത് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ ഏത് രീതിയിലുള്ളതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായും വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സി.ജെ. റോയിയുടെ മരണത്തിൽ അന്വേഷണം തുടരുകയാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് പിതാവ് മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബന്ധു മരിച്ചു. മഞ്ചേശ്വരം തൂമിനാട്ടെ കൂട്ടക്കുരുതിക്ക് പിന്നിലെന്ത്? അതിലേക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം തൂമിനാട് പിതാവ് മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബന്ധുവും മരിച്ചു. മഞ്ചേശ്വരം സ്വദേശി ഷെയ്ഖ് അബ്ബയാണ് മരിച്ചത്. പ്രതിയും ഭാര്യയും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്താനുള്ള തീരുമാനമാണ് അരിങ്കൊലകൾക്ക് പിന്നിൽ. 4:15 സമയത്ത് അപ്പോൾ ഇവർക്കൊരു ഈ ജാഗയുമായിട്ട് ഒരു തകരാറ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്കസിന് വേണ്ടിയിട്ട് ബംഗരമഞ്ചേശ്വരിൽ നിന്ന് ആൾ വന്നിരുന്നു ഇയാളുടെ അടുത്തേക്ക് വന്നിട്ട്. അത് അപ്പം ഞാൻ നമസ്കാരത്തിൻ്റെ സമയം അസർ വാങ്ങാൻ്റെ ശേഷം ഓരെല്ലാവരും പള്ളിക്ക് പോയി. ആ സമയത്ത് പള്ളിക്ക് പോയ സമയത്താണ് ഈ പെൺകുട്ടി കോളേജിൽ നിന്ന് വന്നിട്ട് ഇവിടെ വീട്ടിലേക്ക് എത്തിയത്. പിന്നെ രണ്ടാമത് അപ്പോൾ ഇയാൾ പള്ളിക്ക് പോകാൻ ഇറങ്ങുന്ന സമയമാണ് ഈ സെക്കുഞ്ചാവുന്ന ആൾ, ഇന്ന് മരിച്ച ആൾ. അപ്പോൾ ആ സമയത്ത് പുറത്തുനിന്നാണ് വന്നത്. പുറത്തുനിന്ന് ആരും കത്തിയാരും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെയാണ് വന്ന് നോക്കിയത്. അല്ല, അപ്പോൾ ഈ സമയത്ത് ഈ പെൺകുട്ടി വന്നിട്ട് ഇവർക്ക് പിണക്കുണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ തടുക്കാൻ നോക്കിയപ്പോൾ
അയാൾ ഊന്തിയതാണ്, ഇന്ന് മരിച്ച മനുഷ്യന്. ഊന്തിയപ്പോൾ ഇയാളെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അവളിപ്പോൾ ഹൾക്കിലേക്ക് പോയിട്ട് കത്തി കുത്തി പതിക്ക് തിരിച്ചതിനെ വലിച്ചെടുത്തിട്ട് പിന്നെ ഇയാൾക്ക് തന്നെ പോകുമ്പോൾ ഇയാൾ തെറ്റി, പിന്നെ അവൾക്ക് തന്നെ 2 കുത്തു കുത്തി. പിന്നെ ഇയാൾക്ക് ചെറിയൊരു പള്ളക്കൊരു ഇഞ്ചുറി ആയിട്ടുണ്ട് ഇന്ന് മരിച്ച ആൾക്ക്. അപ്പം നമുക്ക് കണ്ടത് എത്രയാണ്. പിന്നെ ആംബുലൻസ് കാര്യം, ഹോസ്പിറ്റൽ, പോലീസ് ഇങ്ങനെ പോയി. നമുക്ക് കണ്ടത് എത്ര കാര്യമാണ് അപ്പോഴത്തെ. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇന്നലെ രാത്രിയാണ് ഏറെ സങ്കടകരമായി വാർത്ത കേട്ടത്. ലഹരിക്കടിമയായ പിതാവ് 18 വയസ്സുള്ള +2 വിദ്യാർത്ഥിനിയായ മകളെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ മറ്റൊരു വാർത്ത കൂടി, അതായത് ഇന്നലത്തെ ആക്രമണത്തിൽ പരിക്കേറ്റ ഇവരുടെ ബന്ധുവും മരിച്ചു വന്ന വിവരം. ഈ ലഹരിയാണ് ഇവിടെ പ്രധാനമായും വില്ലനായത്, അതോടൊപ്പം കുടുംബ പ്രശ്നങ്ങളും. എന്താണ് ഈ കൂട്ടക്കുരുതിക്ക് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇവർ പറയുന്ന പോലെ വിവാഹബന്ധം വേർപെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കുടുംബത്തിൽ നിലനിന്നിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോമേ, ഇതിൽ ലഹരി തന്നെയാണ് പ്രധാന വില്ലൻ. ഇയാൾ ലഹരിക്കടിമയാണ്. സ്ഥിരമായി ഈ മകളെയും അതുപോലെ തന്നെ ഭാര്യയെയും ഭാര്യയുടെ പിതാവിനെയും ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇവർ വലിയ തോതിൽ മാനസിക ബുദ്ധിമുട്ട് ഇവരുടെ ഭാര്യയും മകളും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വിവാഹബന്ധം സംബന്ധിച്ച ഈ ഒരു മധ്യസ്ഥ ചർച്ച, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിനിടയിലാണ് അരുൺ കൊല നടത്തിയത്. ടോമേ, ഈ പ്രധാനമായും ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ ഒരു ദൃശ്യം ഇന്നലെ വൈകിട്ട് 18-കാരിയായ മറിയം ജുമൈല എന്ന് പറയുന്ന ആ പെൺകുട്ടി കമിഴ്ന്നു കിടക്കുന്ന, ചോരയിൽ കമിഴ്ന്നു കിടക്കുന്ന ആ ഒരു ദൃശ്യം, അത് വലിയ സങ്കടപ്പെടുത്തുന്നതാണ്, നൊമ്പരപ്പെടുത്തുന്നതാണ്. ഒരു പിതാവാണ് ഇത്തരത്തിൽ ചെയ്തത്. ഏക മകളാണ്, ആ മകളെയാണ് ഇല്ലാതാക്കിയത്. ആ ഒരു ദൃശ്യം വല്ലാതെ വേദനിപ്പിക്കുന്ന ദൃശ്യമാണ്. ഒരു പക്ഷെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ അത് ആ ദൃശ്യം നമുക്ക് പൂർണ്ണമായും കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദൃശ്യങ്ങളാണ്. സങ്കടകരമായ ദൃശ്യമാണ്. ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ കഴുത്തിൽ ആഴത്തിൽ കത്തി കുത്തിയിറക്കിയതാണ്. അങ്ങനെയാണ് ഈ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവ്, കത്തി ഉപയോഗിച്ച് കഴുത്തിൽ ആഴത്തിൽ കുത്തുകയായിരുന്നു. ഒരു പിതാവ് ചെയ്ത ഒരു ക്രൂരത. അതോടൊപ്പം ഇത് തടയാൻ ശ്രമിച്ച ഇവരുടെ ബന്ധുവിനെയും ഇയാൾ പലതവണ കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാൾ കൃത്യമായി ഭാര്യ പിതാവിനെയും ഈ കുട്ടിയെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നതെന്നാണ് FIR-ലും പറയുന്നത്. എന്തായാലും അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകമാണ് മഞ്ചേശ്വരം തുമിനാട് ഹിൽ ടോപ്പ് നഗറിൽ സാക്ഷ്യം വെച്ചത്. അത് കേരള കർണാടക അതിർത്തി പ്രദേശം കൂടിയാണ്. ഇവിടെ ഇയാൾ വലിയ തോതിൽ ലഹരി ഉപയോഗിക്കുകയും ഇങ്ങനെ പതിവായി ഇവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് കുടുംബമെല്ലാം ചേർന്ന് ഈ തൊട്ട് സമീപത്ത് തന്നെയുള്ള ഇവരുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഇരുന്ന് ഇത് സംബന്ധിച്ച ഒരു കൂടിയാലോചന നടക്കുന്ന സമയത്താണ് ഇയാൾ അവിടെ കയറി വരുന്നതും ഈ അരുംകൊല നടത്തുന്നതും. എന്തായാലും ഇയാൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ FIR-ൽ പറയുന്നത് പ്രകാരം ഇയാൾക്ക് ഈ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കണം എന്നൊരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അത് തടയാൻ ശ്രമിച്ച ഈ പിതാവിനും ഇയാളുടെ ഭാര്യ പിതാവിനും കുത്തേൽക്കുന്ന സാഹചര്യം. അയാൾക്ക് കാലിലാണ് കുത്തേറ്റത്. അങ്ങനെ വലിയ തോതിൽ ഒരു അക്രമം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ പ്രതി വന്നത്. ഏതായാലും പ്രതിയെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇന്നലെ തന്നെ ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഉമർ ഫറൂഖ് എന്ന് പറയുന്ന ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അതിനുശേഷമാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവ് ആണ് ഈ മരണകാരണം എന്ന് സംബന്ധിച്ച്. ഇവിടെ ഈ കുടുംബ പ്രശ്നത്തിന് കാരണം ഭാര്യയുമായി വേർപിരിയാനുള്ള കാരണവും ഈ ലഹരി തന്നെ, ഈ പ്രതിയുടെ അമിതമായ ലഹരി ഉപയോഗവും അതേ തുടർന്നുള്ള വീട്ടിലുള്ള പ്രശ്നങ്ങളുമായിരുന്നോ ബൈജു? അതെ ടോമേ, അത് നാട്ടുകാരായാലും പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇയാൾ പതിവായി ലഹരിക്കടിമയായി ഇവരെ ഉപദ്രവിക്കും. അതായത് ഈ 18 വയസ്സ് പ്രായമുള്ള +2 പഠിക്കുന്ന ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കും, ഇയാളുടെ ഭാര്യയെ ഉപദ്രവിക്കും, അതോടൊപ്പം ഭാര്യ പിതാവിനെയും വല്ലാത്ത രീതിയിൽ നിരന്തരം എല്ലാ ദിവസവും ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ബന്ധുക്കളെല്ലാം തന്നെ സമീപ പ്രദേശം ഇവരുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ, അവിടെ വെച്ചാണ് ഈ കൊലപാതകം നടന്നത്, അവിടെ ഒത്തുചേർന്ന് ഒരു ചർച്ച, ഇവരൊരു കൂടിയാലോചന നടക്കുന്ന സമയത്ത്
സമയത്താണ് ഇയാൾ കയറി വന്നത്. ഈ ഇതിലുള്ള ഒരു വിരോധം ആണ് ഈ ഒരു കൊലപാതകത്തിന് കാരണമെന്ന് തന്നെയാണ് FIR-ലും പറയുന്നത്. അത് ഇന്നലെ തന്നെ നാട്ടുകാരും ആ ഒരു കാര്യം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാൾ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരാളാണ്, വലിയ തോതിൽ ലഹരിക്കടിമയാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിൽ നമ്മൾ അത് പല റിപ്പോർട്ടുകൾ ചെയ്തതാണ്. ഈ മഞ്ചേശ്വരം ഭാഗങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ലഹരിയുടെ വലിയൊരു ഒഴുക്ക് എന്ന് തന്നെ പറയാം. പല കുടുംബങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണ്. അത് മയക്കുമരുന്നാണ്. അതോടൊപ്പം മദ്യവും വലിയ തോതിൽ ഉണ്ടാകുന്ന ഒരു അനധികൃത മദ്യം ഉണ്ടാകുന്ന ഇത്തരത്തിൽ കേന്ദ്രങ്ങൾ തന്നെ പല സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. നേരത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മാംഗ്ലൂരിൽ നിന്നും ഇതേ സ്ഥലത്ത് ഇതിന് തൊട്ട് അടുത്താണ്, ഈ കുഞ്ചത്തൂറിന് തൊട്ടടുത്താണ് ഇങ്ങനെ വാടക വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊലപാതകം നടത്തി കിണറ്റിൽ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ അധികകാലമായില്ല റിപ്പോർട്ട് ചെയ്തിട്ട്, ഒരു 1-2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതൊക്കെ ഈ മഞ്ചേശ്വരം പ്രദേശങ്ങളിലാണ്. ഇവിടെ ലഹരി എന്ന് പറയുന്നത് വലിയ തോതിൽ ഒരു ഒഴുക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. പോലീസിന് വളരെയേറെ പരിമിതിയുള്ള സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഇത് കേരള കർണാടക അതിർത്തി പ്രദേശമാണ്. ഇത്തരം സംഭവങ്ങൾ നടത്തി കർണാടകയിലേക്ക് രക്ഷപ്പെടുന്ന സാഹചര്യമാണ്. പല വീടുകളും കർണാടകയോട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലാണ് വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇൽടോപ്പ് നഗർ എന്ന് പറയുന്നത് തൊട്ട് കാലെടുത്ത് പുറത്ത് വെച്ചാൽ അപ്പുറം കർണാടകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇത്. ഏതായാലും ഇവർ വാടക ക്വാർട്ടേഴ്സിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. നിരന്തരം ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ആ ബന്ധം ഉപേക്ഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കുടുംബം ആരംഭിച്ചത്. ബന്ധുക്കളൊക്കെ ചേർന്ന് ആലോചിച്ചത്. ആ ആലോചനയിടയിലാണ് ഇയാൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ക്രൂര കൃത്യം ചെയ്തത്. ഏക മകളാണ്, ആ മകളെയാണ് ഇല്ലാതാക്കിയത്. അതോടൊപ്പം ഈ ലഹരി ഉപയോഗിച്ച് ഈ പ്രതി സ്ഥിരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നോ? ഇയാളൊരു ഏതെങ്കിലും കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ? ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ പ്രതി? ടോമെ, അത്തരം വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇയാൾക്ക് മറ്റേതെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസുകളുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇയാൾ പതിവായി ലഹരിക്ക് ഉപയോഗിക്കുന്ന ആളാണ്. മാത്രമല്ല, ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ കുടുംബത്തെ, സ്വന്തം മകളെ ഉൾപ്പെടെ വലിയ തോതിൽ ഉപദ്രവിക്കുന്നു എന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. FIR-ൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ. അത് ഇന്നലെ തന്നെ നമ്മൾ ആ വിവരം പുറത്തുവിട്ടതാണ്. ഇന്നത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെ നാട്ടുകാരും ആ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഇത് തടയാൻ ശ്രമിച്ച ആളെ പോലും ഇയാൾ കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെയാണ് ഇയാളുടെ ബന്ധു ഇന്ന് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 3 പേർക്കാണ് ഇത്തരത്തിൽ കുത്തേറ്റത്. അത് ഈ ഭാര്യയുടെ പിതാവിനും കുത്തേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാളുടെ കാലിലാണ് കുത്തേറ്റത്. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. ഇയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ. ഈ പെൺകുട്ടിയെ ഇയാൾ കൊല്ലണമെന്ന ഉദ്ദേശത്തോട് തന്നെയാണ് ഈ കുത്തിയതെന്ന് ആണ് പോലീസ് പറയുന്നത്. അത് കഴുത്തിലാണ്. ഇത്തരത്തിൽ കത്തിയെടുത്ത് കഴുത്തിൽ ആഴത്തിൽ കുത്തുകയാണ്. ഈ കുഞ്ഞ് അവിടെ കമിഴ്ന്ന് വീഴുകയായിരുന്നു. അത് ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൃശ്യം പൂർണ്ണമായും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ വല്ലാതെ നൊമ്പരപ്പെടുന്ന ഒരു ദൃശ്യമാണത്. അത് ചോര തളം കെട്ടി നിൽക്കുകയാണ്. കുട്ടിയെ അപ്പോൾ തന്നെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഏതായാലും ഇയാളെ കയ്യോടെ ആ സ്ഥലത്ത് നിന്ന് പിടികൂടുന്ന ദൃശ്യം ഉൾപ്പെടെ ആണ് നമുക്ക് ലഭിച്ച ആ ദൃശ്യത്തിൽ കാണാം. ഇയാളെ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം അവിടെ ഒരു വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് മഞ്ചേശ്വരത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ലഹരിക്കടിമയായ പിതാവാണ് മകളെ കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ പരിക്കേറ്റ ബന്ധുവിൻ്റെ മരണവും രാവിലെ സംഭവിച്ചു എന്നത് ഏറെ വേദനയോടെയാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും കേട്ടത്. പത്തനംതിട്ടയിൽ ലഹരി കേസ് പ്രതികൾ എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു. കുമ്പഴയിലാണ് സംഭവം. ലഹരി കൈമാറുന്നതിനിടെ പിടികൂടാൻ ശ്രമിച്ചതോടെയാണ് അതിക്രമം. സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീയാനന്ദിന്റെ കാലിലൂടെ കാർ കയറ്റി ഇറക്കുകയായിരുന്നു. പത്തനംതിട്ട കണ്ണങ്കര സ്വദേശി നസീബ് സുലൈമാൻ, പത്തനംതിട്ട സ്വദേശി ആസിഫ് എന്നിവരാണ് ആക്രമിച്ചത്. ഇവരെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ സിവിൽ എക്സൈസ് ഓഫീസറെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ ലഹരി ഒരു വലിയ പ്രശ്നമാവുകയാണ്. നമ്മുടെ നാട്ടിൽ വലിയ അക്രമ സംഭവങ്ങൾക്കും കൊലപാതകങ്ങൾക്കൊക്കെ കാരണമാകുന്നു. അതിനിടെ ലഹരി കേസിലെ പ്രതികൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം? ഈ പ്രതികളെ 2 പേരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവർ മാത്രമായിരുന്നോ ഈ ലഹരി ഇടപാടുകൾക്ക് പിന്നിൽ? ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയാണ് പത്തനംതിട്ട കുമ്പഴയിൽ എക്സൈസ് സംഘം രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് പത്തനംതിട്ട സ്വദേശികളായ, അതായത് കണ്ണങ്കര സ്വദേശിയായ നസീബ് സുലൈമാൻ, പത്തനംതിട്ട സ്വദേശിയായ ആസിഫ് എന്നിവരെ
കാറിൽ പരിശോധന നടത്തുകയും അവരുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തു. ഉടൻ തന്നെ ഈ പരിശോധന ഉദ്യോഗസ്ഥനെ തട്ടി മാറ്റിക്കൊണ്ട് കാറിട്ട് ഇടിച്ചു വീഴ്ത്തി കാലേക്കുള്ള വാഹനം കയറ്റിക്കൊണ്ട് പെട്ടെന്ന് ഇവർ ഓടിച്ചു പോവുകയായിരുന്നു. എന്തായാലും ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ഉരുണ്ടു മാറിയതിനാൽ അദ്ദേഹത്തിന് വലിയ ഗുരുതരമായ പരിക്കേറ്റില്ല. പക്ഷെ കാലിന് പരിക്കുണ്ട്. അദ്ദേഹത്തെ രാത്രി തന്നെ ഇവിടുത്തെ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവരികയും പരിശോധിക്കുകയും കാലിന് വേണ്ട ചികിത്സ നൽകുകയും ചെയ്തു. എന്തായാലും അദ്ദേഹം ഇപ്പൊ വീട്ടിലാണ്. ഈ രണ്ടുപേരെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടുകൂടി പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വാഹനം വളരെ തിടുക്കത്തിൽ ഇന്നലെ രാത്രിയിൽ വാഹനം ഓടിച്ചത്. എന്തായാലും ഭാഗ്യം കൊണ്ടാണ് എക്സൈസ് ഉദ്യോഗസ്ഥനായ ആനന്ദ് രക്ഷപ്പെട്ടത്. എന്തായാലും നിലവിൽ ഈ രണ്ടുപേർക്കെതിരെയും കേസെടുക്കുകയും ഇവർ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അതിന് വാഹനം പിന്നീട് പോലീസ് കസ്റ്റഡിയെടുത്തിട്ടുണ്ട്. പത്തനംതിട്ട വലഞ്ചുഴിയിൽ നിന്നാണ് വാഹനം ഈ നസീബ് സുലൈമാന്റെ വാഹനമാണ് കണ്ടെടുത്തിട്ടുള്ളത്. നസീബ് സുലൈമാനും ആസിഫും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയാണെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. എന്തായാലും നിലവിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. നിലവിൽ പല സമയങ്ങളിലും പത്തനംതിട്ടയിൽ ഇങ്ങനെ കഞ്ചാവത്തിന്റെ ഒരു വിപണനവും അതുപോലെ ഈ 16-17 വയസ്സുള്ള കുട്ടികൾ തന്നെ ഇത് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചൊക്കെ വിൽപ്പന നടത്തുന്നതിനുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ എക്സൈസ് വളരെ ശക്തമായ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു. സമീപകാലത്തൊക്കെ ഇത്തരം കേസുകളിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ആ പരിശോധനയിലാണ് ഇന്നലെ കുമ്പഴ വെച്ച് ഈ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയാണ് നസീബ് സുലൈമാനും ആസിഫും അടങ്ങുന്ന രണ്ടുപേർ കഞ്ചാവ് അവരുടെ വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ആ വാഹനത്തിൽ കണ്ടെടുത്ത സമയത്ത് ലഹരി കൈമാറുന്ന സമയത്താണ് തീർച്ചയായും ഈ നസീബും ആസിഫും സ്ഥിരം ലഹരി ഇടപാടുകാരാണോ? എക്സൈസ് ഇവരെ കൃത്യമായി നിരീക്ഷിച്ചിരുന്നോ? ഏത് സാഹചര്യത്തിലാണ് ഇവരെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടന്നത്? ടോം, തീർച്ചയായിട്ടും ഇവരെ തീർച്ചയായിട്ടും ഇവര് കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ലഹരിയുമായി കടത്തുള്ള ആളുകളാണെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെയും ഇവർ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഒരു നിരീക്ഷണം എക്സൈസ് സംഘം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കുമ്പഴയിലെ വാഹനത്തിൽ കഞ്ചാവ് കടത്തിയുള്ള വിവരം ലഭിച്ചു, രഹസ്യ വിവരം ലഭിച്ചു. അതിനെ തുടർന്നാണ് കുമ്പഴയിൽ പരിശോധനയായി സംബന്ധിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ അവിടെ ആ പരിശോധന തുടങ്ങുന്നതിനിടയിലാണ് പെട്ടെന്ന് തന്നെ കാർ വെട്ടിച്ചു മാറ്റി ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ ആനന്ദിന്റെ ദേഹത്തോടെ കയറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും അദ്ദേഹം പെട്ടെന്ന് വെട്ടിച്ചു മാറിയതാൽ അദ്ദേഹത്തിന്റെ കാലിൽ കൂടിയാണ് വാഹനം കയറ്റിക്കൊണ്ടുപോയത്. വലിയ ഗുരുതരമായ ഒരു പരിക്ക് അദ്ദേഹത്തിന് പറ്റിയത്. പക്ഷേ ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം ജീവൻ രക്ഷപ്പെട്ടത്. അങ്ങനെ ഓടിച്ചു പോയതിനു ശേഷമാണ് ഇപ്പോൾ വീണ്ടും പോലീസ് നടത്തിയ അന്വേഷണത്തിനാണ് പ്രതികൾ പിടിയിലായ വിവരം ലഭിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷമേ എങ്ങനെയാണ് ഇവർ ഇവിടെ കഞ്ചാവുമായി എത്തിയത്, ആർക്ക് നൽകാനാണ്, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് കൃത്യമായി ലഭിക്കുകയുള്ളൂ. എന്തായാലും രണ്ടുപേരും കസ്റ്റഡിയിലായുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പത്തനംതിട്ട സ്വദേശി, കണ്ണങ്കൽ സ്വദേശിയായ നസീബ് സുലൈമാൻ, ആസിഫ് എന്നിവരാണ് ഈ തീർച്ചയായും ശശിധരൻ, ഇവിടെ ഈ പ്രതികൾക്ക് ലഹരി എത്തിച്ചു നൽകിയത് ആരാണ്, ഇവരുടെ ഈ ശൃംഖലയിൽ കൂടുതൽ ആളുകളുണ്ടോ തുടങ്ങിയതൊക്കെ പരിശോധിക്കണം. അതോടൊപ്പം ഈ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണത്തിൽ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കാൻ പോവുക? ടോം, തീർച്ചയായും ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ജില്ലയിൽ ഈ കഞ്ചാവ് MDMA അടക്കമുള്ള കാര്യങ്ങൾ സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പോലീസിന്റെ ഒരു സംയുക്തമായ പരിശ്രമം കൂടി തന്നെ തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എക്സൈസിന്റെ ഒരു സഹകരണം കൂടി ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ ദൈനംദിന പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് പല സ്ഥലങ്ങളിലും പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്നലെ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഇവർ ഈ വാഹനത്തിൽ കടത്തുന്നുള്ള രഹസ്യ വിവരം എക്സൈസ് സംഘത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ എന്തായാലും ഈ പ്രതികളെ ഇവരാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുകയും ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും വധശ്രമം അടക്കമുള്ള കേസുകൾ, അതായത് ഈ പരിശോധന ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട കേസുണ്ടാവും. ഒപ്പം വധശ്രമം അടക്കമുള്ള കേസുകൾ ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസിന്റെ കയ്യിൽ ഈ രണ്ടുപേരും പിടിയിലായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും അവരെ അല്പസമയത്തിനാണ് പത്തനംതിട്ട സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും ചോദ്യം ചെയ്യുന്ന മറ്റു കാര്യങ്ങളുണ്ടാവുക. രാത്രി തന്നെ ഈ വാഹനം ഉപേക്ഷിച്ച് അവർ രക്ഷപ്പെടുകയായിരുന്നു. രണ്ടുപേരും ഈ വാഹനത്തിലുണ്ടായിരുന്നു. കാറ് ഈ സുലൈമാന്റെ, അതായത് നസീബ് സുലൈമാന്റെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഇവർ കടന്നു കളയുകയായിരുന്നു. പിന്നീടാണ് പോലീസ് ഇവരെ ചിറ്റാറിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. രണ്ടുപേരെയും പത്തനംതിട്ട സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷമായിരിക്കും എങ്ങനെയാണ് ഈ സംഭവം നടന്നത്, എങ്ങനെയാണ് ഈ കഞ്ചാവ് ആർക്കാണ് കൊണ്ടുവന്നത്, എവിടെ നിന്നാണ് ലഭിച്ചതെന്നുള്ള വിവരങ്ങളൊക്കെ ചോദ്യം ചെയ്യലുകൾ മാത്രമേ ഇതിൽ ലഭിക്കുകയുള്ളൂ. ടോം, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് KSRTC സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുന്നിൽ അഭ്യാസം നടത്തിയ കാർ ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടായേക്കും. കാർ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. ചെറുവത്തൂർ സ്വദേശി ഷാഹിദ് ഷാഖുലിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി.
KV ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, ഇന്നലെ ഈ വിഷയം നമ്മൾ സ്പോട്ടിൽ വിശദമായി ചർച്ച ചെയ്തതാണ്. കാരണം ഒരു ബസ്സിന് ഇങ്ങനെ കുറുകെയിട്ട് മണിക്കൂറുകളോളം അതിന് യാത്രയ്ക്ക് തടസ്സപ്പെടുത്തുക, നിരവധി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, കർശനമായ നടപടി സ്വീകരിക്കേണ്ടതാണ് ഇയാൾക്കെതിരെ. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെയൊരു പ്രകോപനം, അഭ്യാസ പ്രകടനം ഇയാളുടെ ഭാഗത്തുനിന്ന്, ഈ ഷാഹിദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശയുണ്ട്. മറ്റ് നടപടികൾ എന്തൊക്കെയാകും? ഇന്നലെയാണ് നമ്മൾ ഈ വാർത്ത വിശദമായി നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ചില നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്തിരിക്കുന്നു എന്നാണ്. അതോടൊപ്പം ഇയാളെ 5 ദിവസത്തെ നിർബന്ധിത പരിശീലനത്തിന് മലപ്പുറം എടപ്പാളുള്ള കേന്ദ്രത്തിലേക്ക് ഇയാളെ അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ചെറുത്തൂർ സ്വദേശിയായ ഷാവുലാണ് ഈ ഒരു കാർ ഓടിച്ചിരുന്നത്. ഇതോടൊപ്പം ഇതിൽ പിഴയും അടക്കേണ്ടി വരും. കാരണം നീലേശ്വരം പോലീസിൽ ഈ ദൃശ്യങ്ങൾ സഹിതമാണ് KSRTC ഡ്രൈവർ പരാതി നൽകിയത്. നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ കാറ് ഏറെ നേരം, അതായത് 12 കിലോമീറ്ററാണ് ഇത്തരത്തിൽ ഈ ബസ്സിനെ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വലിയ അപകടകരമായ വിധം ഇതിന്റെ ബസ്സിന് മുന്നിൽ ഓടി ഈ കാർ ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കാർ ഡ്രൈവറെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ വിശദമായി മൊഴി രേഖപ്പെടുത്തി. ഇയാൾ പറയുന്നത് ഈ ബസ് അപകടകരമായ വിധം ഈ കാറിനെ ഓവർടേക്ക് ചെയ്യുകയും അങ്ങനെ കാർ ഒരു കുഴിയിലേക്ക് പതിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അതേ തുടർന്നുള്ള ഈ ഒരു വൈരാഗ്യത്തിലാണ് ഇങ്ങനെ ഈ കാർ ഇട്ടത്. അതായത് കോട്ടയത്ത് നിന്നും കാസർഗോഡ് ഡിപ്പോയിലേക്ക് പുറപ്പെട്ട ബസ്സാണ്. കാഞ്ഞങ്ങാട് മുതൽ കാസർഗോഡ് വരെ ഭാഗങ്ങളിൽ ഈ നിറയെ യാത്രക്കാരുണ്ടായിരുന്ന ബസ്സാണ്. ആ ബസ്സിനെയാണ് ഇത്തരത്തിൽ 12 കിലോമീറ്ററോളം ഇങ്ങനെ മാർഗതടസ്സം സൃഷ്ടിച്ച് അഭ്യാസ പ്രകടനം പോലെ ഈ കാറ് മുന്നോട്ട് നീങ്ങിയത്. ഏതായാലും ഇയാൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഇയാളുടെ ലൈസൻസ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയാൾക്ക് 5 ദിവസത്തെ നിർബന്ധിത പരിശീലനവും ഒപ്പം പിഴ അടക്കേണ്ടി വരും. ഏതായാലും ഈ ദൃശ്യങ്ങൾ സഹിതമാണ് മോട്ടോർ വെഹിക്കിൾ വകുപ്പിനും അതുപോലെ തന്നെ പോലീസിനും KSRTC പരാതി നൽകിയത്. ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. വാഹനങ്ങളിൽ വലിയ തോതിൽ ഇത്തരം ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിക്കപ്പുറം, മോട്ടോർ വാഹന നടപടിക്കപ്പുറം മറ്റ് നിയമപരമായ നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകുമോ? തീർച്ചയായും അതും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇയാൾക്ക് ഇതിന് വലിയ പിഴ അടക്കേണ്ടി വരും. അത്തരം പരാതിയും പോലീസിൽ നൽകിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരം നടപടിയുണ്ട്. അതോടൊപ്പം മോട്ടോർ വെഹിക്കിളിന്റെ ഭാഗത്തു നിന്നും കർശനമായ നടപടി ഉണ്ടാവും. ഈ ദൃശ്യം കൃത്യമായ സഹിതമാണ്, ദൃശ്യങ്ങൾ സഹിതമാണ് ഇങ്ങനെ ഈ ഒരു പരാതി നൽകിയത്. അതുകൊണ്ട് അതിൽ വ്യക്തമാണ് ഈ കാർ എത്രത്തോളം ഈ ബസ്സിനെ ഇത്തരത്തിൽ തടഞ്ഞ് മാർഗതടസ്സം സൃഷ്ടിക്കുന്നത് എന്നത്. നമുക്കറിയാം, ഇത് കോട്ടയത്ത് ദീർഘദൂര ബസ്സാണ്. ദീർഘദൂര ബസ്സുകൾ ബസ്സുകളൊക്കെ ഇത്തരത്തിൽ വലിയ വേഗതയിലൊക്കെ പോകുന്നതൊക്കെ പരാതികൾ ഉയരാറുണ്ട്. എങ്കിലും നിറയെ യാത്രക്കാരുമായി പോകുന്ന ഒരു ബസ് കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അതിൽ ഈ കാറിനെ ഏതെങ്കിലും തരത്തിൽ ഇടിച്ചതായോ അങ്ങനെ മറ്റ് വിവരങ്ങളൊന്നും മോട്ടോർ വെഹിക്കിളിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇയാൾക്ക് ഈ ബസ് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് ഈ ഒരു കുഴിയിലേക്ക് പതിക്കുന്ന രീതിയിൽ ഒരു അപകടമായ ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്നുള്ള ഒരു വിരോധത്തിലാണ് ഈ കാറ് ഈ കുറുകെയിട്ട് ബസ്സിനെ മറികടക്കാൻ സമ്മതിക്കാതെ വലിയ 12 കിലോമീറ്റർ എന്ന് അറിയാം, കാഞ്ഞങ്ങാട് മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗത്ത് 12 കിലോമീറ്ററാണ് ഈ ബസ്സിനെ ഇത്തരത്തിൽ വട്ടം ചുറ്റിച്ചത്. ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയതും. അങ്ങനെ ദൃശ്യങ്ങൾ പകർത്തിയതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൃത്യമായ തെളിവുകളോടുകൂടി തന്നെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായതാലും ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഒരു നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് KSRTC ബസ്സിന് നേരെ കുറുകെ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വാഹനം ഓടിച്ച കാർ ഡ്രൈവർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ. ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും. ഇതോടൊപ്പം ഇയാൾക്കെതിരെ മറ്റ് ചില നിയമ നടപടിയും ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇടുക്കിയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസ്സിൽ വെച്ച് മർദ്ദനം. മൂന്നാറിലെ കാർമൽഗിരി സ്കൂളിലെ ബസ്സിലായിരുന്നു സംഭവം. മർദ്ദിച്ചത് അതേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ബസ്സിലുണ്ടായിരുന്ന
+1 വിദ്യാർത്ഥിയാണ് ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, സാധാരണ സ്കൂളുകളിലൊക്കെ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ അടിയും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത് ക്രൂരമായിട്ടാണ് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠി തന്നെ മർദ്ദിക്കുന്നത്. പക്ഷെ അതിലും ക്രൂരമായൊരു വിനോദം, +1 വിദ്യാർത്ഥി, ആ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥി ആ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. എന്താണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം? ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും ക്രൂരമായ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ മൂന്നാറിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ട് വിദ്യാർത്ഥികൾ തിരികെ മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. ഇതിലൊരു വിദ്യാർത്ഥിയെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠി മർദ്ദിക്കുകയായിരുന്നു. അത് ഒരേ സീറ്റിരുന്ന് യാത്ര ചെയ്യുന്നവരാണ്. അതിനിടയ്ക്കാണ് ഇവർ ഈ കുട്ടിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ക്രൂരമായി മർദ്ദിക്കുന്നു. ഒപ്പം എതിർദിശയിലിരുന്ന ഒരു കുട്ടി ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് വിവരങ്ങൾ പുറത്ത് അറിയുന്നത്, സ്കൂളിൽ അറിയുന്നു. എന്തായാലും ഈ വിദ്യാർത്ഥികൾക്കെതിരെ മർദ്ദനം നടത്തിയ വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റു നടപടികളിലേക്ക് പോലീസ് ഇത് സംബന്ധിക്കുന്ന അന്വേഷണം നടത്തും. ഏതായാലും വിദ്യാർത്ഥികളുടെ ഭാഗത്താണ്, കുട്ടികളുടെ ഭാഗത്താണ് ഇതൊരു സാഹചര്യം ഉണ്ടായത്. കുട്ടിയെ മർദ്ദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പ്രത്യേകിച്ചും വാഹനത്തിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു സംഭവത്തിനിടെ വാഹനത്തിൽ വെച്ചാണ് ഈ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ക്രൂരമായ മർദ്ദിച്ച സംഭവമായിരുന്നു. എന്തായാലും നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കേട്ടോ. യെസ്, അങ്ങനെ ഒരു എന്നാ പറയുക, നമ്മൾ സാധാരണയൊക്കെ പറയും ഇതൊരു കുട്ടിക്കളിയാണെന്നൊക്കെ പറയും. അങ്ങനെ ഇതൊരു കുട്ടിക്കളിയായി വെറുതെ എഴുതി തള്ളാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങനെ ഈ കുടുംബത്തിന്, ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് പരാതിയുണ്ടോ? മറ്റ് നിയമപരമായ നടപടിക്ക് അവർ നീങ്ങുന്നുണ്ടോ? അതോ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി അതാണോ ആവശ്യം? ടോം, വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും ഈ സംഭവം പുറത്തറിയുകയും ഈ വിവരങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിന് നിശ്ചിത നടപടി പോലീസ് സ്വമേധയാ സ്വീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥിക്കെതിരെ ആക്രമണം നടത്തിയ വിദ്യാർത്ഥിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊക്കെ സ്കൂൾ അധികൃതർ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇരുവരും വിദ്യാർത്ഥികളാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. ഈ സംഭവത്തിനിടയിൽ ഉണ്ടായ ഒരു സാഹചര്യം ഒപ്പം ബസ്സിൽ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ അധ്യാപകരുടെ ഈ ബസ്സിലുണ്ടായിരുന്നു എന്നതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കാരണം സ്കൂൾ വിട്ട് കുട്ടികൾ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ കൂടെ വാഹനത്തിൽ ആയുണ്ടാകണം എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. ഈ ഒരു സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം കുട്ടികളുടെ ഇടയിൽ ഇത്തരം ഒരു ആക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ അധികൃതർ നടപടി സ്വീകരിച്ചു. അപ്പോൾ തന്നെ എന്ത് നടപടി സ്വീകരിച്ചു, ഇവരെ തടയാനുള്ള എന്ത് ഇടപെടലാണ് അവർ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് കൃത്യമായ ഇടപെടൽ ഉണ്ടാവും എന്ന് തന്നെയാണ്. എന്തായാലും പോലീസും ഇതനുസരിച്ചുള്ള ഇടപെടലിലേക്ക് നീങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യെസ്, വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിലെ കാർമൽഗിരി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഈ പ്രശ്നം അടിയുണ്ടാകുന്നത്. സ്കൂൾ ബസ്സിൽ വെച്ചായിരുന്നു മർദ്ദനം. മറ്റൊരു വിദ്യാർത്ഥിയാണ് ഈ മർദ്ദന ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഇവിടെ ഓർക്കുക, കൃത്യമായും രക്ഷിതാക്കളുടെ അതോടൊപ്പം സ്കൂൾ അധികൃതരുടെ, അധ്യാപകരുടെ ഒക്കെ ഒരു ഇടപെടൽ ആവശ്യമുള്ള പ്രായമാണിത്. പ്രത്യേകിച്ചും കൗമാരപ്രായം പലതും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ, സിനിമകൾ പലരെയും അക്രമത്തിലേക്ക് തള്ളിവിടുന്നു. ലഹരി മാഫിയ കുഞ്ഞുങ്ങളെ റാഞ്ചാൻ നോക്കിയിരിക്കുന്നു. അതീവ ജാഗ്രത വേണ്ട ഒരു സമയമാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കൈവിട്ടു പോകും. അവരെ കൃത്യമായും അവരുടെ ഈ രീതിയിലുള്ളൊരു സ്വഭാവ വൈകൃതമുള്ള, അക്രമവാസനയുള്ള കുട്ടികളെ അവർ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക,
അവരുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഭാവിയിൽ വലിയ അപകടമാകും സംഭവിക്കാൻ പോകുക എന്ന് തിരിച്ചറിയുക. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.